ഇന്ന് ഞാൻ പരിചയപ്പെടുന്നത് ലേറ്റർസോർ ഇ വൈ എന്ന പെർഫ്യൂമാണ്, അഥവാ YSL-Y EDTന്റെ ഒരു ഇൻസ്പയർഡ് വേർഷൻ. സോ ഇത് അതിന്റെ ബോക്സ് ആണ്. പെർഫ്യൂം ഇങ്ങനെയാണ് വരുന്നത്. ഇത് 20 ml മാത്രമേ വരുന്നുള്ളൂ. ഇവിടെ ലേറ്റർസോർ പ്രീമിയം എഡിഷൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അത് ബോക്സിന്റെ പുറത്ത് ഞാൻ മെൻഷൻ ചെയ്തതാണ്. ഇങ്ങനെയാണ് ഈ സാധനം ഉള്ളത്. ഇത് സാധാരണ 20 ml നിങ്ങൾ ലേറ്റർസോറിൽ കണ്ട പോലത്തെ 20 ml അല്ല, ഇത് വേറൊരു ഷേപ്പിലാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇതിങ്ങനെ ഒരു അട്രാക്റ്റീവ് ആയിട്ട് ഒരു ഡിഫറെന്റ് ലുക്കിലുള്ള ഒരു ബോട്ടിൽ കണ്ടപ്പോൾ എനിക്ക് തോന്നി കുറച്ച് പ്രൊഡക്ട്സ് നമ്മൾ എക്സ്ക്ലൂസീവ് ആയിട്ട് വെച്ച കുറച്ച് പ്രൊഡക്ട്സ് ഉണ്ട്, അതെടുത്തിട്ട് ഇതിലേക്ക് മാറ്റാം എന്നുള്ളത്. അപ്പൊ അങ്ങനെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന 3 പ്രൊഡക്ട്സ് ആണ്. ഒന്ന് ലേറ്റണും പെഗാസസും ആണ്. പെർഫ്യൂം സ്റ്റീമാർലിയുടെ ഒരെണ്ണം YSL-Y EDT ആണ്. സോ EDT എന്ന് ഞാൻ സ്പെസിഫിക് ആയിട്ട് പറയാനുള്ള കാര്യം എന്താ വെച്ചാല് EDP ഓൾറെഡി നമ്മുടെ കയ്യിൽ ഉണ്ട്. അത് നമ്മുടെ ലേറ്റർസോർ സ്റ്റെൽവിയോ എന്ന പെർഫ്യൂമാണ്. അത് നമ്മുടെ വൺ ഓഫ് ദി എന്താ പറയാ ടോപ്പ് സെല്ലിംഗ് പെർഫ്യൂംസിൽ ഒരെണ്ണമാണ്. മോസ്റ്റ്ലി ഓഫീസ് യൂസിന് വേണ്ടി മിക്ക ആൾക്കാരും പ്രിഫർ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റും കൂടിയാണ് നമ്മുടെ സ്റ്റെൽവിയോ. സോ ഇതും സ്റ്റെൽവിയോയും തമ്മിൽ ഫ്രാഗ്രൻസിൽ വ്യത്യാസമുണ്ട്. EDP എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഒരു ഫ്രൂട്ടി സ്വീറ്റി നാച്ചുറൽക്കാണ് പോവുക. ഇവിടെ പക്ഷെ അങ്ങനെയല്ല. ഇതിലൊരു അരോമാറ്റിക് നോട്ട്സും അതിന്റെ കൂടെ തന്നെ ഒരു ഗ്രീൻ ആപ്പിളിന്റെ വൈബും ഉണ്ട്. പിന്നെ ഒരു സ്പൈസി ഫ്രാഗ്രൻസിലാണ് പോകുന്നത്. അതായത് സാധാരണ നമ്മൾ EDPയിൽ കണ്ട ഫ്രൂട്ടിനെസ്സും സ്വീറ്റ്നെസ്സും ഒന്നും ഇവിടെ ഇല്ല. പകരമുള്ളത് കുറച്ചും കൂടി ഒരു മസ്കുലിൻ ആയിട്ടുള്ള ഒരു വൈബാണ്. സോ ഒരു ഫ്രഷ്നെസ് ഉണ്ട്, എക്കോട്ടിക് നോട്ട്സ് ഉണ്ട്, അതിന്റെ കൂടെ തന്നെ ഒരു മസ്കുലിൻ ആയിട്ടുള്ള ഒരു വൈബും ഉണ്ട്. പിന്നെ ഒരു സ്പൈസി ജിഞ്ചർ, കാടമം, മിന്റിന്റെ ഫ്രാഗ്രൻസ്, ഇങ്ങനെ എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു വൈബാണ്. അതിന്റെ കൂടെ അരോമാറ്റിക് നോട്ട്സ്, വൈറ്റ് ഫ്ലോറൽ ആയിട്ടും പിന്നെ ജെറനിയത്തിന്റെയും പിന്നെ സെയ്ജിന്റെയും ഇങ്ങനെയുള്ള എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു വൈബാണ് ഈ സാധനത്തിൽ നിന്ന് കിട്ടുന്നത്. അപ്പൊ ഇത് 20 ml മാത്രമേ ഇറങ്ങുന്നുള്ളൂ, 20 ml മാത്രമേ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ. പ്രത്യേകിച്ച് റീസൺ ഒന്നുമില്ല, 20 ml മാത്രം മതി എന്ന് ജസ്റ്റ് വെച്ചു എന്നുള്ളൂ. അപ്പൊ ഇത് 20 ml 450 rupees ആണ് പ്രൈസ് വരുന്നത്. അത് ഇൻക്ലൂഡിങ് ഡെലിവറി ആണ്. ഇതിന്റെ പെർഫോമൻസ് പറയുകയാണെങ്കിൽ ഇതൊരു ഓഫീസ് പെർഫ്യൂം ആണ്. എക്കോഡിജിയോ പിന്നെ നോട്ടിക്ക വോയേജ് അങ്ങനത്തെ ഒക്കെ ആ ഒരു കാറ്റഗറിയിലൂടെ പോകുന്ന ഒരു ഫ്രഷ്നെസ് ഉള്ള എക്കോട്ടിക് ഉള്ള ഒരു വൈബുള്ള ഒരു സാധനം ആയതുകൊണ്ട് ഭയങ്കര ഹെവി പെർഫോമൻസ് ഉള്ള ഒരു സംഭവമല്ല. ഒരു 1.5 to 2 hours വരെ ഇത് പ്രൊജക്ട് ചെയ്യും. അവിടുന്ന് അപ് ടു 5 hours വരെ ഇത് ലാസ്റ്റ് ചെയ്യും. ആ ലോഞ്ചിവിറ്റി നമ്മൾ ഓഫീസിനുള്ളിലൊക്കെ ഇരിക്കുകയാണെങ്കിലാണ് അത്രയും ലാസ്റ്റ് ചെയ്യുക. പുറത്ത് വീട്ടിൽ നിന്ന് അപ്ലൈ ചെയ്തിട്ട് ബസ്സിലൊക്കെ അല്ലെങ്കിൽ ബൈക്കിനൊക്കെ പോയിട്ട് നിങ്ങൾ ഓഫീസിൽ പോയിട്ട് നോക്കിയാൽ വലിയ ഫ്രാഗ്രൻസ് ഒന്നും കിട്ടൂല. കാരണം അതൊരു ലൈറ്റർ ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ആണ്. ബട്ട് നിങ്ങൾ ഇതേപോലത്തെ ചെറിയൊരു പെർഫ്യൂം പോക്കറ്റിലൊക്കെ ഇട്ട് കൊണ്ടുവന്നിട്ട് ഓഫീസിൽ നിന്നൊക്കെ അപ്ലൈ ചെയ്താൽ അടിപൊളിയായിരിക്കും. കാരണം ഇത് നല്ല വൈബാണ് ഈ പെർഫ്യൂമിൽ നിന്ന് കിട്ടുന്നത്. ഇതിന്റെ ഒറിജിനലായിട്ട് വളരെ സിമിലർ ആണ്. അപ്പോ എന്താ പറയാ, ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് നല്ലൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വൈബുള്ള പെർഫ്യൂം വേണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ അതൊക്കെയാണ് വീഡിയോയുടെ ഡീറ്റെയിൽസ്. വാങ്ങിക്കാനുള്ള ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയുടെ താഴെ മെൻഷൻ ചെയ്യാം.